വാങ്ങാൻ വരുന്ന സാധനങ്ങളാണ്. അപ്പുറത്തുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇത് കയ്യിലെടുക്കാം. പാമ്പിനെ തൊട്ടു എന്ന് പറഞ്ഞ മക്കളെ തൊട്ടോളി, ഇങ്ങനെ പിടിച്ചോളൂ. ഇത് മുമ്പ് പോയിട്ട് വാങ്ങണ വയലുണ്ട്. ആ കൗത്ത് പിടിച്ചൊരു മുറുക്കലുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. നാല് മണിയാകുമ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് എടുക്കും. ടീ ബ്രേക്ക്. അത് കഴിഞ്ഞാൽ 4 ആകുമ്പോഴേക്കും നമ്മൾ കവ എന്ന് പറയുന്ന കവയല്ല കവ എന്ന് പറയുന്ന സ്ഥലത്ത് അത് കവിത എഴുതിയിരുന്നത് അത് മാറ്റിയിട്ടുണ്ട്. കവ എന്നാണ്. കുറച്ച് കവിത വന്നിട്ടുണ്ട്. കവയിലേക്ക് നോക്കുമ്പോൾ കവ ഡാമിന്റെ വിമർശനം വളരെ നാളത്തെ പ്രാധാന്യമായിരുന്നു. സ്റ്റാഫ് എല്ലാവരും ഒരുമിച്ച് ഒരു ക്യാമ്പ് ചെയ്യണം. നമ്മള് ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ ഒരുമിച്ചുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ് അതിലൊരു പ്രവർത്തനം അടുത്തേക്ക് വരുന്നത്. തീർച്ചയായും സദീഖ് മാഷ് അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കരികൾക്ക് മാറ്റിവെച്ച് കുറഞ്ഞ എഫേർട്ടിൽ നമുക്ക് അത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ എഫേർട്ട് കൊണ്ട് ഇച്ചിരി കൂടെ അധിക റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാനിങ് കൂടെ നടത്തേണ്ടതുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അവലോകനം നടത്തണം. എന്തുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞത്? എന്തായിരിക്കും സ്പീഡ് പറയാൻ കാരണം? വെയിറ്റ് ചെയ്തു. ശ്രദ്ധ, കോൺസെൻട്രേഷൻ അല്ലെ? 10% കോൺസെൻട്രേഷൻ വേണമെന്നുണ്ട്. പിന്നെ ഒറ്റ ശ്രമം പോലെ അത്ര ആക്റ്റീവായിട്ട് വേണ്ടിവരും എന്നർത്ഥം. ഒറ്റ സ്ട്രെച്ചില് ഷഫീഖ് തുടങ്ങുമ്പോ ഏതാണ്ട് ഷബീറിന്റെ 5 അവർക്ക് ലീഡറാക്കാം. അവരാണ് ലീഡർ ആവേണ്ടത്. കൊടുത്തില്ലേ? ഇവിടെ ആരാണ് അല്ല ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? അവിടുത്തെ ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ നമ്മളെല്ലായിടത്തും കൂടെ നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സ്കൂളിൽ നമുക്ക് സംതൃപ്തി കിട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ അതില് ഒരു പക്ഷേ ക്യാമ്പുകൾ ഉണ്ടാകും, യാത്രകൾ ഉണ്ടാകും, ഇത് ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാകും, ചിലപ്പോൾ ഫാമിലി മീറ്റുകൾ ഉണ്ടാകും, കുട്ടികളേക്കുള്ള ചിലപ്പോൾ ഒന്നിച്ചിരിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആലോചിക്കാം. അങ്ങനെ അതില് കുറിച്ചു കുറെ നടന്നു ഒരു സ്ട്രിക്റ്റില്ലാതെ നമ്മളെ ചെയ്തു തീർത്തിട്ടുണ്ട്. കാരണം ഇത് വേണം എന്ന് വിചാരിച്ച് വന്ന ആൾക്കാരെ കൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് നടന്നത്. ഒരു സമയം പോലും വെറുതെ കളഞ്ഞു. എൻജോയ്മെന്റ് ആണെങ്കിൽ എൻജോയ്മെന്റ് തന്നെ ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ നല്ല ഡിസ്കഷൻ. ഞാൻ 4 ഗ്രൂപ്പിൽ ഞാൻ പോയിട്ടുണ്ട്. നിമിഷം പോയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഷബീർ സാറ്, ശ്രീജ ടീച്ചർ, സുബൈദ ടീച്ചർ, ഫാത്തിമ ടീച്ചർ, ആശ ടീച്ചർ, രജി ടീച്ചർ. അപ്പോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിഷയം നമ്മുടെ
സ്കൂളിന്റെ റിസൾട്ട് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ് D+ന്റെ കുട്ടികളുടെ എണ്ണം നമ്മൾ കൂട്ടുക, D+ന്റെ എണ്ണം കുറക്കുക, A+ കുട്ടികളുടെ എണ്ണം കൂട്ടുക, കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും നമ്മുടെ സ്കൂളിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മെയിൻ ആയിട്ട് 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ടോട്ടൽ റിസൾട്ട് ഇംപ്രൂവ്മെന്റ്, പിന്നെ A+ സ്റ്റുഡൻസിന്റെ എണ്ണം എങ്ങനെ കൂട്ടാം, അതുപോലെ D+ സ്റ്റുഡൻസിന്റെ എണ്ണം എങ്ങനെ കുറക്കാൻ പറ്റും. അപ്പൊ ഇതില് ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് വന്ന കുറച്ച് ആശയങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് റിസൾട്ട് ഇംപ്രൂവ്മെന്റിന് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ഒരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളെ കുട്ടികൾക്ക് ആദ്യം കുറെ കുട്ടികൾ പല കാര്യങ്ങളിൽ ഡൈവേർട്ട് ആയിട്ട് പോകുന്ന കുട്ടികളാണ് ഇപ്പോഴത്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിലുണ്ട്. നമ്മുടെ സ്കൂളിൽ അത് നന്നായി നടക്കുന്നത്, ഏറ്റവും നന്നായി നമുക്ക് അതിനെ നമുക്കൊരു ഉദാഹരണമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിന് ഓൾറൗണ്ട് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്കൂൾ അഡ്മിഷൻ സമയത്ത് പാഠ്യേതര മികവുകൾക്കായി ഒരു കോളം ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ കുട്ടികൾക്ക് ഫോം കൊടുക്കുമ്പോൾ സ്കൂൾ അഡ്മിഷൻ സമയത്ത് തന്നെ ഫോമിൽ കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള അവരുടെ മികവുകൾ രേഖപ്പെടുത്താനുള്ള ഒരു കോളം ആ ഫോമിൽ ഉൾപ്പെടുത്തുക. എങ്ങനെ പബ്ലിക്കിലേക്കും അവിടെ പഠിക്കുന്ന കുട്ടികളിലേക്കും അതോടൊപ്പം നമ്മൾ ഉൾപ്പെടുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ഒരു നല്ല മുഖം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതില് നമുക്ക് ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് കൊണ്ട് ടീച്ചേഴ്സിന് നൽകുന്ന ഒരു മുഖമുണ്ട്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിക്കൊരു ഞാൻ എന്ത് എഴുതുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കും ആ ഫേസ് ഉണ്ടാവും. അപ്പൊ തടസ്സം കുറെ നേരിടേണ്ടി വന്നു. പക്ഷെ തുടക്കത്തിൽ തന്നെ കൂടെ നിന്നിരുന്ന കുറെ സ്റ്റാഫുകൾ അടുത്തോലെ പിടിക്കുക എന്നുള്ളതായിരുന്നു തന്നു. ഈ കൊല്ലത്ത് നല്ല ഭംഗിയായിട്ട് ഏകദേശം 30 പോയിന്റിന്റെ വ്യത്യാസം നമ്മൾ 1ാം സ്ഥാനത്തേക്ക് എത്തി. അതിന് റീൽസ് ഉണ്ടോ? അത്രയാണ് നമ്മൾ ശരിക്കും പഠിപ്പിക്കലിന്റെ കാര്യത്തിൽ ചെയ്യുന്നത്. ഇതേ സാധനം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ സ്കൂളുണ്ട്, സെന്റ് തോമസ്, ഞാൻ പഠിച്ച സ്കൂളാണ്. അവിടെ എന്തോ ഒരു കമ്പ്യൂട്ടറിന്റെ ഇഷ്യൂ അവരെ നടത്തിക്കൊണ്ടിരുന്നവരുമായിട്ടുള്ള തെറ്റിയപ്പോഴാണ് ഞാൻ അവിടെ എന്റെ പുറത്ത് സഹായിക്കണം, ഈ എഞ്ചിനീയറിംഗ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചിന്തിച്ചപ്പോഴാണ്
കമ്പ്യൂട്ടറും ഒക്കെ പാട്ടൊക്കെ കേടായിരുന്നു, കുറെ എണ്ണം ശരിയായി കൊടുത്തു. ഇതെങ്ങനെയാ നടത്തുക എന്ന് പറഞ്ഞ സിലബസ് എടുത്ത് നോക്കിയപ്പോഴാണ് 1ാം ക്ലാസ് തൊട്ട് കമ്പ്യൂട്ടർ ഉണ്ട്. അതില് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, കീബോർഡ്, മോണിറ്റർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. എന്റെ അമ്മോ, അതിനാൽ ഇത് ലൈക്ക് അത് പഠിച്ചോടുകൂടി കുട്ടി കമ്പ്യൂട്ടർ വെറുക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇതേ പേരത്തിൽ വിഷയമുണ്ട്. ഞാൻ പറഞ്ഞു നിർത്ത്, ഞാൻ എടുത്തോളാം സിലബസ് എന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ് വരെ പല ടൈപ്പിലുള്ള ഗെയിംസ് ആണ് ഇട്ടു. അപ്പോൾ കമ്പ്യൂട്ടറിനോട് ഇഷ്ടമാണ്. പിന്നെ പതുക്കെ പതുക്കെ അവരറിയാതെ ഓരോന്ന് കൊടുത്തു. അവർ നന്നായിട്ട് പഠിക്കും. Morning.